കർത്താവ് യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മലാഖി 3-ാം അധ്യായം 16-ാം വാക്യം. യഹോവ ഭക്തന്മാർ അന്ന് തമ്മിൽ തമ്മിൽ സംസാരിച്ചു, യഹോവ ശ്രദ്ധ വച്ചു കേട്ടു. യഹോവ ഭക്തന്മാർക്കും അവൻ്റെ നാമത്തെ സ്മരിക്കുന്നവർക്കും വേണ്ടി അവൻ്റെ സന്നിധിയിൽ ഒരു സ്മരണ പുസ്തകം എഴുതി വച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വേഗം വരുന്ന കർത്താവ് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ദൈവമക്കളെ, നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പിറുപിറുപ്പുണ്ടാക്കാറുണ്ട്. പലപ്പോഴും നമ്മളൊരു ചെറിയ കാര്യത്തിനാകട്ടെ വലിയ കാര്യത്തിനാകട്ടെ പലപ്പോഴും നമ്മൾ ചോദിക്കും, എന്തുകൊണ്ട് കർത്താവെ എനിക്ക് ഇങ്ങനെ വരുന്നു? എത്രയോ നന്മകൾ ചെയ്യുന്നവരെ കർത്താവ്, ഞാൻ ചെയ്ത നന്മയൊന്നും കർത്താവ് കാണുന്നില്ലേ? എത്രയോ പാപങ്ങളും തെറ്റുകളും കുറ്റങ്ങളും ചെയ്തവർക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ അവരൊഴിഞ്ഞു പോകുന്നു. അവർക്ക് കർത്താവ് ഒരു ശിക്ഷയും കൊടുക്കുന്നില്ല. പക്ഷെ കർത്താവെ, എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ മാത്രം ഇങ്ങനെ നടക്കുന്നു എന്നിങ്ങനെ പലവിധമായ ചോദ്യങ്ങളും പലവിധമായ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ കടന്നു പോകുമ്പോൾ പലപ്പോഴും എന്തോ പറയണമെന്ന് പോലും നമുക്കറിയത്തില്ല. പലപ്പോഴും കണ്ണുനീരും കൊണ്ടായിരിക്കും നമ്മൾ ദൈവത്തോട് ഇടപെടുന്നത്. കർത്താവെ, എനിക്ക് മാത്രം എന്തേ കർത്താവെ ഇങ്ങനെയെന്നൊക്കെ ചോദിച്ച് പലപ്പോഴും നമ്മൾ ദൈവസന്നിധി, എന്നിട്ട് നമ്മൾ കുറച്ച് കഴിയുമ്പോൾ ദൈവത്തോട് ക്ഷമയും ചോദിക്കും. അപ്പാ, എന്നോട് പൊറുക്കണേ, ഞാനതൊന്നും പറയാൻ പാടില്ല, എന്നോട് ക്ഷമിക്കണേ. ഹല്ലേലൂയ. ഈ കാര്യങ്ങളൊക്കെ കർത്താവിനോട് നമ്മൾ പറയുമ്പോൾ ദൈവം പലപ്പോഴും നമ്മുടെ മുമ്പിൽ മൗനമായിട്ടാണോ ഇരിക്കുന്നത്? ദൈവത്തിൻ്റെ വചനം പറയുന്നു, യഹോവ ഭക്തന്മാർ അന്ന് തമ്മിൽ തമ്മിൽ സംസാരിച്ചു, യഹോവ ശ്രദ്ധ വച്ചു കേട്ടു. യഹോവ ഭക്തന്മാർക്കും അവൻ്റെ നാമത്തെ സ്മരിക്കുന്നവർക്കും വേണ്ടി അവൻ്റെ സന്നിധിയിൽ ഒരു സ്മരണ പുസ്തകം എഴുതി വച്ചിരിക്കുന്നു. നാം സേവിക്കുന്ന ദൈവം ഒരു കല്ലുകൊണ്ടുണ്ടാക്കിയ ദൈവമല്ല. നാം സേവിക്കുന്ന ദൈവം ഈ ഭൂമിയിലുള്ള ഒഴിഞ്ഞു പോകുന്ന വസ്തുവകകളെ കൊണ്ടുണ്ടാക്കിയ ദൈവമല്ല. നാം സേവിക്കുന്ന ദൈവം, ഹല്ലേലൂയ, ദൈവമാണ്. നാം സേവിക്കുന്ന ദൈവം ജീവനുള്ള ദൈവമാണ്. ഞാൻ സേവിക്കുന്ന ദൈവം എന്നിൽ വസിക്കുന്ന ദൈവമാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പിറുപിറുപ്പുണ്ടാകാം. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഉണ്ടാകാം കുറ്റപ്പെടുത്തലുകളുണ്ടാകാം. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ, എന്തിന് ഞാൻ ദൈവത്തെ സേവിക്കുന്നു എന്ന് വരെ ചോദിച്ച അനവധി അവസരങ്ങളുണ്ടാകാം. എന്നാൽ പ്രിയ ദൈവ പൈതലേ, ഞാൻ ഇന്ന് പറയട്ടെ, ഈ നിന്ദകൾ നീ കേൾക്കുമ്പോൾ, ഈ പ്രയാസങ്ങൾ നീ അനുഭവിക്കുമ്പോൾ, നിൻ്റെ കണ്ണുനീര് പലപ്പോഴും മറുപടിയായിക്കൊണ്ടിരിക്കുമ്പോൾ, നിൻ്റെ ദൈവം ഒരു നാളും നിന്നെ കൈവിടത്തില്ല. അവൻ നിന്നെ ഉപേക്ഷിക്കത്തില്ല. ഒരപ്പൻ തൻ്റെ മടിയിൽ തൻ്റെ കുഞ്ഞിനെ കിടത്തി ലാളിക്കുന്നു. ഹല്ലേലൂയ. ഒരമ്മ തൻ്റെ കുഞ്ഞിനെ മടിയിൽ കിടത്തി ലാളിക്കുന്നു. ഹല്ലേലൂയ. അപ്പനും അമ്മയും ഉപേക്ഷിച്ചാലും നിന്നെ അവൻ ഉപേക്ഷിക്കുകയില്ല. ഹല്ലേലൂയ. അവൻ നിനക്ക് അപ്പനാണ്, അവൻ നിനക്ക് അമ്മയാണ്, അവൻ നിനക്ക് സഹോദരനാണ്, അവൻ നിനക്ക് സഹോദരിയാണ്, അവൻ നിൻ്റെ ദൈവമാണ്. നിനക്ക് വേണ്ടി ഇത്രത്തോളം കരുതിയ ദൈവം ഇനി മേലാലും നിനക്ക് വേണ്ടി കരുതാതിരിക്കുമോ? നിന്നെ കാത്ത ദൈവം നിന്നെ കാക്കാതിരിക്കുമോ? ഇന്ന് വരെ നിൻ്റെ ഭാവിയെ നീ ഞെരുങ്ങിയ വേളയിൽ നിനക്ക് വേണ്ടി കരുതിയ, നിനക്ക് വേണ്ടി ഒരുക്കിയ, നിനക്ക് വേണ്ടി നൽകി തന്ന ജീവിതത്തെ ഹല്ലേലൂയ ദൈവം എടുത്തു കളയുമോ? നിനക്ക് നൽകുന്ന ജോലിയെ അവൻ തട്ടിപ്പറിക്കുമോ? ദൈവത്തിന് സ്തോത്രം. നിൻ്റെ യാതൊരു മേന്മകളാലുമല്ല നീ ഇന്ന് അനുഗ്രഹിക്കപ്പെട്ടത്. ദൈവത്തിൻ്റെ ദയയാണ്. അതുകൊണ്ടാണ് മലാഖി 3-ാം-അധ്യായം 6-ാം വാക്യം പറയുന്നു, യഹോവയായ ഞാൻ മാറാത്തവൻ, അതുകൊണ്ട് യാക്കോബിൻ്റെ പുത്രന്മാരെ നിങ്ങൾ മുടിഞ്ഞു പോകാതിരിക്കുന്നു. നിൻ്റെ ദൈവം നിന്നെ തകർത്തു കളയത്തില്ല. നിൻ്റെ ദൈവം നിന്നെ മുടിച്ചു കളയത്തില്ല. നിൻ്റെ ദൈവം നിനക്കു വേണ്ടി വാതിലുകളെ തുറന്നു തരും. നീ പ്രാർത്ഥിക്കുന്ന വിഷയത്തിൻ്റെ മേൽ വിശ്വാസത്തോടെ നീ കരങ്ങൾ വച്ചിട്ടുണ്ടെങ്കിൽ നാളെ നിനക്കതിന് പ്രതിഫലമുണ്ടാകും. ഒരു പ്രതിഫലമുണ്ടാകും നിശ്ചയം. നിൻ്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരികയില്ല. എന്നാൽ ദൈവത്തിൻ്റെ വചനം നമ്മളോട് പറയുന്നത്, ഒരു പ്രതിഫലമുണ്ടാകും നിശ്ചയം, നിൻ്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരികയില്ല. നാം യഹോവ ഭക്തിയോടുകൂടെ ഇരുന്നാൽ മറ്റുള്ളവർ കാണിക്കുന്നത് പോലെ നീ കാണിക്കരുത്. നീ പറയും, ജാതികൾ അത്രയും ചെയ്തിട്ടും ദൈവത്തെ വിളിക്കുന്നു എന്ന് പേർ പറയുന്നവർ പോലും അപ്പാ മറ്റുള്ള ലോകകരമായ കാര്യങ്ങളിൽ ഏർപ്പെട്ടിട്ടും അവർക്ക് ലഭിക്കുന്ന നന്മയൊന്നും എനിക്ക് ലഭിക്കുന്നില്ലല്ലോ, അതെനിക്കും അവകാശപ്പെട്ടതല്ലേ? പക്ഷേ ദൈവവൈതലേ, നീ ദൈവത്തിന് എന്നേക്കും ഒരു നിക്ഷേപമാണ്. നീ തളർന്നവളല്ല. നീ ഉണങ്ങിപ്പോയ ഒരു അസ്ഥി കൂമ്പാരത്തെ പോലെയല്ല. നിന്നെ പണിയുന്ന ഒരു ദൈവമുണ്ട്. നിന്നെ പുറത്തെടുത്തുകൊണ്ട് വന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവം ഒരു നാളും നിന്നെ മറക്കത്തില്ല. പക്ഷെ നിനക്ക് പലപ്പോഴും തോന്നും, ദൈവമേ, എന്നെ മറന്നോ? എൻ്റെ ജീവിതത്തെ മറന്നോ? എന്നെ തന്നെ കർത്താവേ, ഞാൻ ഇത്രയും പേരുടെ വായിൽ നിന്നൊക്കെ കേൾക്കാൻ തക്കണം എന്ത് കുറ്റം ചെയ്ത് കർത്താവെ എന്നൊക്കെ നിനക്ക് തോന്നിപ്പോകും. എന്നാൽ നസ്രായനായ യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഹല്ലേലൂയ,
ഞാനൊന്ന് പറയട്ടെ, നിന്നെ കൈവിടുകയില്ല, നിന്നെ ഉപേക്ഷിക്കുകയില്ല. അവൻ നിങ്ങളെ ഒരു നാളും അനാഥരായി വിടുകയില്ല. അവൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ് വഴിയും സത്യവും ജീവനും. ആ ജീവൻ നിന്റെ മേൽ വ്യാപരിക്കട്ടെ. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. നമ്മുടെ കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തു. ഒരു കള്ളനെ പോലെ. ഹല്ലേലൂയ. എപ്പോഴാണ് കർത്താവ് വരുന്നതെന്നറിയില്ല. എന്നാൽ പിറുപിറുപ്പും കുറ്റവും ആരോപിക്കാതെ ദൈവസന്നിധിയിൽ താഴ്ത്തി ഏൽപ്പിച്ചു കൊടുക്കുക. ഇന്ന് വരെ വന്നുപോയ കുറവുകളൊക്കെ ദൈവം ക്ഷമിച്ചില്ലേ? മേലാലും അവൻ ക്ഷമിക്കും. എന്നാൽ കുറവുകളുടെ കൂമ്പാരമായി നീ നിന്നെ തന്നെ കൂട്ടിവെക്കാതെ ദൈവസന്നിധിയിൽ താഴ്ന്നു കൊടുത്താൽ നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. അതുകൊണ്ട് ദൈവ പൈതലേ, നിന്നെ കാഴ്ചയിൽ കാണുന്ന ഒരു കർത്താവ് നിനക്ക് വേണ്ടിയുണ്ട്. അവൻ നിന്നെ മറികടന്ന് പോകുകയില്ല. അവൻ നിൻ്റെ കണ്ണുനീരിനെ കാണാതെ പോകത്തില്ല. അബ്രഹാം 25 വർഷം വാഗ്ദത്തം കേട്ടു. എന്നാൽ അവൻ കർത്താവ് തക്ക സമയങ്ങളിൽ ആ വാഗ്ദത്തത്തെ ഉറപ്പിച്ചു. ദൈവത്തിൻ്റെ വചനം എബ്രായർ ലേഖനത്തിൽ പറയുന്നു, ഹല്ലേലൂയ, പുത്രോൽപാദന ശേഷി പ്രാപിച്ചു. ഷീ റിസീവ്ഡ് ദ സ്ട്രെങ്ത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. 90 വയസ്സുള്ള സാറ പ്രസവിക്കുമോ? 100 വയസ്സുള്ള അബ്രഹാമിന് കുഞ്ഞുണ്ടാകുമോ? എന്നാൽ ദൈവവചനത്തിൽ പറയുന്നു, ഉണ്ടായി. ദൈവത്തിന് സ്തോത്രം. സകലത്തെയും ഒരു വാക്കിനാൽ ഉളവാക്കിയ ദൈവം, മനുഷ്യനെ തൻ്റെ സ്വരൂപത്തിൽ സൃഷ്ടിച്ച ദൈവം ഇന്ന് നിനക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവമാണ്. വിശ്വസിക്കുക മാത്രം ചെയ്യുക, എന്നാൽ അത്ഭുതം നീ കാണും. ഈ വചനങ്ങളെ കർത്താവ് അനുഗ്രഹിക്കട്ടെ.